ഞാനേ ആ ഫാൻ ഒന്ന് മാറ്റാൻ വേണ്ടിട്ടേ. കേറിക്കോട്ടെ? പിന്നെന്താ, വാ. റെഡി ആയോ? അതിനിടയ്ക്ക് ചായ കൊണ്ട് വന്നു. വേണ്ട, ഞാൻ ഇറങ്ങുമായിരുന്നു. കുഴപ്പമില്ല, കുടിച്ചിട്ട് പോ. പാലില്ലാത്തോണ്ട് ഗിരി ഉണ്ടാക്കണ ചായയുടെ അത്ര ഉണ്ടാവില്ല, എന്നാലും മോശമല്ല അല്ലേ? ഏയ്, ഒരു കുഴപ്പമില്ല, നല്ല ചായ. ഞാനേ അപർണനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. എന്താ? അന്നത്തെ ടെസ്റ്റിൽ ഫുൾ മാർക്ക് കിട്ടിയ ആളാണോ കിട്ടിയത്? ടെസ്റ്റോ? ഒരു സാമ്പിൾ പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ, അത് ഗിരിയ അന്ന് ആദ്യമായിട്ട് പെണ്ണാണാൻ വരുന്നത്. അപ്പൊ എന്താ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാതെ കാണിച്ചൊരു മണ്ടത്തരം അത്. പിന്നെ ആരോടും അങ്ങനെ ചെയ്തിട്ടില്ല. അത് ശരി, അപ്പൊ ഞാനാണ് ടോപ്പ് സ്കോറർ അല്ലേ? റാങ്ക് ഹോൾഡർ ആയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. അത് ശരിയാ. അന്ന് വീട്ടുകാർ ഈ ജാതക പൊരുത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, കുറച്ചൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മുവിന്റെ ആലോചന വരുന്നത്. വീട്ടുകാർ നോക്കുമ്പോൾ എന്താ 10-ൽ 10 പൊരുത്തം, ദീർഘ ദാമ്പത്യ ജീവിതം. പൊരുത്തത്തിന്റെ കാര്യം കറക്റ്റ് ആയിരുന്നു കേട്ടോ, വി ആർ ഹാപ്പി. പക്ഷെ രണ്ടാമത്തെ കാര്യം മാത്രം തെറ്റിപ്പോയി. എന്താ പറ്റിയേ? അവൾക്ക് ഓട്ടോ ഇമ്മ്യൂണിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കായിരുന്നു ഈ പ്രഗ്നൻസി. എല്ലാവരും ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്ത് നോക്കി. പക്ഷെ സോറി. ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, 2 വർഷമായി. ഐ ഓൾമോസ്റ്റ് ഓവർ ഇറ്റ്. പിന്നെ ഇടയ്ക്ക് അവളെ മിസ് ചെയ്യും. അല്ല, എങ്ങനെ മിസ് ചെയ്യാതിരിക്കും? അങ്ങനെ കുരുത്തങ്ങട്ട് ഒരുത്തനെ തന്നിട്ടല്ലേ പോയേക്കണേ. ഇന്ന് പറഞ്ഞ അവന്റെ മുടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് അവളെ ഓർമ്മ വന്നു. അവളുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അവൾ എന്നെ ചെയ്തേനെ. എന്നെ അടുപ്പിക്കില്ല. അല്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് അവൾക്കറിയാം. പക്ഷെ അവരുടെ ടോണിലായിരിക്കില്ല പറയാ. ഞാൻ ഈ പുറത്തൊക്കെ പോകുമ്പോഴേ ചിലപ്പോ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ മറന്നു. അവളെങ്ങാനും കണ്ടാ പിന്നെ തീർന്ന് ചെവിതര തരില്ല. പിന്നെ ആദ്യം നോക്കുന്ന കാര്യം പറയണ്ടല്ലോ. ശരി, എന്നാ ഇറങ്ങട്ടെ. ഞാൻ ഇങ്ങനെയാ, കേൾക്കാൻ ആളെ കിട്ടിക്കഴിഞ്ഞാലേ നിർത്തൂല, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അത് കുഴപ്പമില്ല. ഇല്ല, പോണം, മോനെ കൊണ്ടുവരണ്ട. പോട്ടെ. വൈഫ് പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. ഞാനും ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തോണ്ടാ പറയാഞ്ഞത്. ഡ്രസ് അയൺ ചെയ്യുന്ന കാര്യമാണോ? നമ്മളൊക്കെ ആര് ശ്രദ്ധിക്കാനാ, ഇതൊക്കെ മതി. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഓണർ അല്ലേ, അപ്പൊ അതിന്റെ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? എന്റെ വൈഫിനെ പരിചയം ഉണ്ടായിരുന്നോ? സെയിം ഡയലോഗാണേ, അതുകൊണ്ട് ചോദിച്ചതാ. നോക്കാം. ശരി.